ഇത് പാഠപുസ്തകങ്ങളുടെ ചരിത്രമല്ല, ഇത് ലോകത്തെ പഠിപ്പിച്ച ഇന്ത്യയുടെ ചരിത്രം. വെൽക്കം ടു സീരീസ് ഓഫ് ഫോർഗട്ടൻ ഇന്ത്യ എപ്പിസോഡ് 1. ഇന്നത്തെ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് മുമ്പ് ലോകത്തെ ഇന്ത്യ പഠിപ്പിച്ചിരുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതെ, 1500 വർഷം മുമ്പ് നളന്ദ, തക്സില, വല്ലഭി പോലുള്ള യൂണിവേഴ്സിറ്റി നിലനിന്നിരുന്നു. ഇന്നത്തെ സ്വദേശികളും ചൈന, കൊറിയ, ടിബറ്റ്, പേർഷ്യ പോലുള്ള വിദേശികളടക്കം 1000 സ്റ്റുഡൻസുകൾ അവിടെ എത്തിച്ചേരുകയും ഫിസിക്സ്, സയൻസ്, മാത്തമാറ്റിക്സ്, ഫിലോസഫി, ആസ്ട്രോണമി പല വിഷയങ്ങളിൽ പാണ്ഡിത്യം നേടുകയും ചെയ്തിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം ഇന്നത്തെ IIT എക്സാമിനേക്കാൾ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ പ്രവേശന കവാടത്തിൽ നിന്ന് ദോര പണ്ഡിതകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ഫീച്ചർ ആയിരുന്നു ധർമ്മഗഞ്ച് എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി ലൈബ്രറി. ഈ ലൈബ്രറിക്ക് രത്നസാഗരം, രത്നോദ്രി, രത്നരഞ്ജക എന്നീ 3 കൂറ്റൻ കെട്ടിടങ്ങളിലായിട്ട് ഏതാണ്ട് 90 ലക്ഷത്തോളം കയ്യെഴുത്ത് പ്രതികളും ഗ്രന്ഥങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. But the most brutal and surprising thing is that the destroy of Nalanda University by Bakhtiyar Khilji. ഡൽഹി ഭരണാധികാരിയും ബുദ്ധമത വിരോധിയുമായിരുന്ന ബഖ്തിയാർ ഖിൽജി തന്റെ സാമ്രാജ്യ വ്യാപനത്തിന് വേണ്ടി ബീഹാർ അടക്കമുള്ള പല പ്രദേശങ്ങളിൽ അദ്ദേഹം ആക്രമിച്ചിരുന്നു. ആ ഒരു ആക്രമണത്തിൽ അദ്ദേഹം നളന്ദ യൂണിവേഴ്സിറ്റി ഉൾപ്പെടുത്തിയിരുന്നു. കാരണം ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധമത കേന്ദ്രമായിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. 1193 നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിക്ക് തീയിട്ടപ്പോൾ ആ തീ കത്തിയമരാൻ വേണ്ടി ഏതാണ്ട് 6 മാസത്തോളം എടുത്തു എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഈ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ മറന്നുപോയിട്ടുള്ള ചരിത്രമാണ്. സോ ദിസ് ഇസ് വൈ ഹിസ്റ്ററി മാറ്റേഴ്സ്.